السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ജീലാനി മജ്ലിസ് ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം ദുആരക്കും. അതുപോലെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഇതിൽ കാണിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങളുടെ ദുആ വസിയത്തുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ, നമ്മുടെ ഈ ജീലാനി മജ്ലിസിലും എന്നും സുബൈക്ക് ശേഷമുള്ള ഈ ജീലാനി മജ്ലിസിലും അതുപോലെ എല്ലാ തിങ്കളാഴ്ച രാവും, അതായത് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവും ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന പള്ളിയിൽ ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ട്. അവിടെ വെച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്പറിൽ, നിങ്ങൾ കാണുന്ന ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പേരും നാടും നിങ്ങളുടെ ആവശ്യവും, പേരും നാടും ആവശ്യവും എന്താണെന്ന് വെച്ചാൽ അത് എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ വ ഷഫീഇനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أستغفر الله العظيم. എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എൻ്റെ കൂടെ തന്നെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറും മറ്റൊരുപാട് ഇസ്തിഗ്ഫാറുകളുണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പദവി ഉയരാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് കാരണമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരി സഹോദരന്മാരും ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നവരായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ തങ്ങൾ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരുന്നു എങ്കിൽ, സഹോദരി സഹോദരന്മാരെ, ഓരോ ദിവസവും
എത്രയോ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മൾ എത്ര പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം? എത്ര പ്രാവശ്യം പറയണം? ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ മജ്ലിസിലും, എന്നും സുബൈക്ക് ശേഷമുള്ള എല്ലാ മജ്ലിസിലും 100 പ്രാവശ്യം നമുക്കും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം. ഇനി അഥവാ സുബൈക്ക് ശേഷം ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിലും മറ്റുള്ള സമയങ്ങളിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് ഈ മജ്ലിസ് അതേപോലെ ഈ മജ്ലിസിൽ ചൊല്ലുന്നത് പോലെ ദിക്റുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾ ചൊല്ലി ആ ദുആയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി, ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി, ഇലാഹനാ അന്ത മഖ്സൂദുനാ വറിളാക മത്ലൂബുനാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ജീലാനി മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കണം. 6 മണിക്കാണ് മജ്ലിസ്. ഇൻഷാ അല്ലാഹ് 6 മണിക്കുള്ള മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ദുആ വസിയത്തുകൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പേരും നാടും, വീട്ടുപേരൊന്നും വേണ്ട, പേരും നാടും അതുപോലെ ആവശ്യങ്ങളും എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ദുആയിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലാം. എന്നിട്ട് നമുക്ക് അസ്മാഉൽ ഹുസ്നയാണ് മെയിനായിട്ട്. എല്ലാ മജ്ലിസിലും അസ്മാഉൽ ഹുസ്ന ഉണ്ടാവും. മറ്റുള്ള ദിക്റുകളൊക്കെ നമ്മൾ മാറി മാറി ഓരോ ദിവസവും ചൊല്ലും. എങ്കിലും എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമ്മൾ ദുആ ഇറക്കും. അതുകൊണ്ട് എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കണം. നമ്മുടെ ചാനൽ നഈമി വിഷൻ എന്ന ചാനലാണ്. നമ്മുടെ മജ്ലിസിൻ്റെ പേര് ജീലാനി മജ്ലിസാണ്. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന മജ്ലിസ് ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോ. എൻ്റെ കൂടെ ചൊല്ലണം. ഞാൻ ചൊല്ലുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചൊല്ലണം. സഹോദരിമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട്, കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ചൊല്ലാം. നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഇത് ഓൺ ചെയ്ത് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ദിക്റുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. എല്ലാവരും ഉറക്കെ ചൊല്ല്. لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ അതിൻ്റെ കാരണമായി റഹ്മാനെ ഞങ്ങളുടെ എല്ലാം ഖൽബുകൾ നീ ശുദ്ധിയാക്കി തരണം തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന സ്വലാത്തുണ്ട്, നമുക്കൊക്കെ അറിയാം. സഹോദരിമാരൊക്കെ അത് ചൊല്ലണം. അത് ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കാനും നമ്മുടെ മുഖം പ്രകാശിക്കാനും അത് കാരണമാണ്. ഇൻഷാ അല്ലാഹ് സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും. എല്ലാ സഹോദരന്മാരും സൗന്ദര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഈ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി എന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മുഖം പ്രകാശിക്കും. മുഖത്ത് നല്ല ഗ്ലാമർ ഉണ്ടാകും, നല്ല സൗന്ദര്യം ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഹൃദയവും പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഹൃദയവും മുഖവും ഒക്കെ പ്രകാശിക്കാൻ, നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കാൻ കാരണമാകുന്ന ഒരു സലാത്താണ്. അത് ധാരാളമായി ചൊല്ലണം. ഓരോ ദിവസവും കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം. നമുക്ക് കുറച്ച് ആ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ധാരാളമായി ചൊല്ലിയിരുന്ന സ്വലാത്താണിത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉറക്കെ ചെല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി
اللهم صل على النور واهله 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 اللهم صل على النور واهله. ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്പം ചൊല്ലാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതായത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ രാവിലെ ചൊല്ലി, എന്നാൽ വൈകുന്നേരത്തിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. ഒരാൾ വൈകുന്നേരത്ത് ചൊല്ലി, എന്നാൽ സുബഹിക്ക് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ, സുബഹി കഴിയുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ്. അത്രയ്ക്ക് പവറുള്ള ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതിയെടുക്കണം, എല്ലാവരും എഴുതിയെടുക്കണം. ഈ ഇസ്തിഗ്ഫാർ എല്ലാവരും എഴുതിയെടുത്ത് അത് എല്ലാ മജ്ലിസിലും നമ്മൾ ചൊല്ലുന്ന സമയത്ത് അത് നിങ്ങൾ ചൊല്ലണം. അങ്ങനെ കുറച്ച് ദിവസം കണ്ടു ചൊല്ലുമ്പോൾ അത് കാണാതെ പഠിക്കും. ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചാൽ എന്തുണ്ടാകാം, എന്ത് ചെയ്യില്ല, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് ചൊല്ലാം. ഡയറി എടുത്തില്ല, ബുക്ക് എടുത്തില്ല, മൊബൈൽ എടുത്തില്ല എന്നൊന്നും പറയണ്ട. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് ദിവസം നിങ്ങൾ കണ്ട് നമ്മുടെ മജ്ലിസിൽ അങ്ങനെ കണ്ടു ചൊല്ലുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണാതെ പഠിക്കും. നമുക്ക് കുറച്ച് എല്ലാം നമുക്ക് എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെടാൻ കാരണമാണത്. കാരണം അത് ചൊല്ലിയാൽ അവൻ സ്വർഗത്തിലാണ്. നമ്മൾ ഇപ്പം രാവിലെ ചൊല്ലി, ഈ രാവിലെ ചൊല്ലി നമ്മൾ മഗ്‌രിബിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടാൽ സ്വർഗത്തിലാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരാൾ മഗ്‌രിബിന് ശേഷം ചൊല്ലി സുബൈക്ക് മുമ്പായിട്ട് മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ മുഴുവൻ പാപങ്ങളും അത് ചൊല്ലുന്ന കാരണമായി പുറത്തു വരുന്നു എന്നാണ്. അള്ളാഹു പുറത്തു വരും. അത്രയ്ക്ക് പവറുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. ആരും മുടങ്ങരുത്, ആരും മുടക്കരുത്. എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിൽ അത് ചൊല്ലും. എല്ലാവരും ഇൻഷാ അല്ലാഹ് ചൊല്ലണം, കാണാതെ പഠിക്കണം, എഴുതിയെടുക്കണം. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ. നമ്മൾ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി അടുത്തൊരു ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ നമ്മുടെ മജ്ലിസിൽ എല്ലാ ദിവസവും ചൊല്ലും, എല്ലാവരും പഠിച്ചിരിക്കണം. ആ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ കടലിലെ തിരമാല അടിക്കുന്ന സമയത്ത്, ആ ഓരോ തിരമാലകളും ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാകുന്ന കുമിളകളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. കടൽ തീരത്ത് പോയിട്ടുള്ളവർക്കറിയാം, കടൽ തീരത്ത് പോയിട്ടുള്ളവർക്ക് അത് കണ്ടിട്ടുണ്ടാവും. തിരമാലകൾ അടിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിനായ കുമിളകൾ അവിടെ രൂപപ്പെടും. പെട്ടെന്ന് അതങ്ങ് അണഞ്ഞു പോവുകയും ചെയ്യും. ആ കുമിളകളോളം നമ്മുടെ പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന ഒരു ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي
لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നൊരാൾ ചൊല്ലിയാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണവരെ, അത് ചൊല്ലുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒരു മരിപ്പുണ്ട്. ആ മരിപ്പ് വിളിച്ച് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അല്പസമയത്തേക്ക് റെസ്റ്റ് എടുത്തത്. അതായത് ഞാൻ ജോലി ചെയ്യുന്ന ഈ മഹല്ലിലെ ഒരു ഉമ്മ കുറേ വർഷങ്ങളായി കിടപ്പിലായിരുന്നു. ആ ഉമ്മ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മയുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മയെയും നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു തസ്ബീഹാണ്. ആ തസ്ബീഹ് ചൊല്ലുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചൊല്ലിയാൽ അത് ചൊല്ലുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മയുടെ ത്രാസ് വളരെ ഭാരമുള്ളതായി മാറാൻ, നന്മയുടെ ത്രാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു തസ്ബീഹും കൂടിയാണ് ഈ തസ്ബീഹ് എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൊല്ലണം. നമ്മളത് കേട്ടങ്ങ് പോകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുകയില്ല. ഈ മജ്ലിസിലിരിക്കുമ്പോൾ നമ്മളതൊക്കെ ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കെലിമത്തിനെ കുറിച്ച് പറഞ്ഞത്, ഈ തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞത്, കെലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ എന്നാണ്. അതായത് നാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ വളരെ ഭാരം തൂങ്ങുന്നതും, നന്മയുടെ ത്രാസിൽ വളരെ ഭാരമുള്ളതായി മാറുന്നതും, അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ രണ്ട് കലിമത്തുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ചൊല്ലിക്കോ, നമുക്ക് കുറച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയും കൂടി ചൊല്ലി നമുക്ക് ദുആരക്കാം. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന ഇസ്മുകളുണ്ട്. അത് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആരക്കൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഉത്തരം കിട്ടുന്നതാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആരെന്നാൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ പേരുകൾ, ആ 99 പേരുകൾ, അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന 99 പേരുകൾ അതിന് വലിയ പവറുള്ളതാണ്. വലിയ പവറുള്ള ഇസ്മുകളാണ്. അതിൻ്റെ ഓരോ ഇസ്മുകളുടെയും പ്രത്യേകതകളുണ്ട്. അത് മുമ്പ് കുറച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തുള്ള ക്ലാസ്സുകളിലൊക്കെ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അത് ലൈവിൽ ഇതല്ല, നമ്മുടെ മജ്ലിസിലല്ല, അല്ലാതെ നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളിൽ ആ ഓരോ ഇസ്മിനെക്കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഇസ്മുകളൊക്കെ ചൊല്ലി നമുക്ക് ദുആരക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയും കൂടി ചൊല്ലി നമ്മുടെ ഇന്നത്തെ മജ്ലിസ് നിർത്തുകയാണ്, ദുആരം നിർത്തുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി അസ്മാഇകൽ ഹുസ്ന യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ്സ് യാ മുദില്ല് യാ സമീഉ യാ ബസീർ യാ ഹകമു യാ അദ്ലു യാ ലത്തീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലിയ് യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ മുജീബ് യാ വാസിഉ യാ ഹകീം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വകീൽ യാ ഖവിയ്യു യാ മതീനു യാ വലിയ്യു യാ ഹമീദു യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദു യാ മുഹയ്യി യാ മുമീത് യാ ഹയ്യു യാ ഖയ്യൂം യാ വാജിദു യാ മാജിദു യാ വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദിമു യാ മുഅഖിറു യാ അവ്വലു യാ ആഖിറു യാ ളാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുന്തഖിമു യാ അഫ്വു യാ റഊഫു യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിതു യാ ജാമിഉ യാ ഗനിയ്യു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂർ യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിസു യാ റഷീദു യാ സബൂർ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ഇന്ന് ആ മരിപ്പുണ്ട്, ആ മരിപ്പിന് പോകാനുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. അല്ലാഹു എല്ലാവരുടെയും മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ഈ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ദുആ വസിയത്തുകൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ജീലാനി സുബൈക്ക് ശേഷമുള്ള ഈ ജീലാനി മജ്ലിസിലും അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ച രാവും ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന പള്ളിയിൽ EK ദാരിമി ഉസ്താദ് തുടങ്ങി വെച്ച് തന്ന ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ട്. ആ ദിക്ർ ഹൽക്കയിൽ വെച്ചും എല്ലാവർക്കും വേണ്ടി ദുആരക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ എല്ലാ ദുആകളിലും നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് എല്ലാ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് തിരിച്ച് പ്രതീക്ഷിക്കാനുള്ളത് ദുആ മാത്രമാണ്. നിങ്ങളെല്ലാവരും ദുആരക്കണം. നമുക്കെല്ലാവർക്കും പരസ്പരം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ്. എല്ലാത്തിൻ്റെയും പരിഹാരം ഉണ്ടാകാൻ വേണ്ടി
എല്ലാ സഹോദരന്മാരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആരക്കണം. നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ദുആരക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയ നിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെയും ചൊല്ലിയതിൻ്റെയും ഒക്കെ മിസ്ലു സവാബിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. എല്ലാ അംബിയാ മുർസലീങ്ങളുടെ എല്ലാവരും ആമീൻ പറ, നല്ല ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. റഹ്മാനേ, എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഹളറാത്തിലേക്കും എല്ലാ സ്വഹാബാക്കളുടെ ഹളറാത്തിലേക്കും എല്ലാ ഔലിയാക്കളുടെ ഹളറാത്തിലേക്കും ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും ഹളറാത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. പ്രത്യേകിച്ച് മഹാന്മാരായ ബദരീങ്ങളുടെ ഹളറാത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. അതുപോലെ മഹാനായ ഞങ്ങളുടെ ശൈഖായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ആ മഹാന്റെ പേരിലുള്ള മജ്ലിസാണ് അല്ലാഹ്. ആ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മജ്ലിസാണ് അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. കറണ്ട് പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ദുആ നിർത്തണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറഞ്ഞോളി. റഹ്മാനായ റബ്ബേ, മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മജ്ലിസാണ് ഞങ്ങളുടെ മജ്ലിസ്. ജീലാനി മജ്ലിസ് എന്നാണ് ഞങ്ങളുടെ മജ്ലിസിന് പേരിട്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം നൽകണേ അല്ലാഹ്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ സാന്നിധ്യം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അതുപോലെ ഞങ്ങൾ ഓതിയതിൻ്റെ എല്ലാം മിസ്ലു സവാബിനെ മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിഷ്തി അജ്മീറി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. മഹാനായ സിയം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. മഹാനായ സയ്യിദ് അലവിയൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ഏർവാടി ശുഹദാക്കളുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. റിജാലുൽ ഗായിബീനൽ മുതസർരിഫീന റളിയല്ലാഹു അൻഹും, അവരുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. 1,24,000 വരുന്ന എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഹളറാത്തിലേക്കും ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ ഔലിയാക്കളുടെയും ഹളറാത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും ഹളറാത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഉത്തർപ്രദേശിൽ മുറാദാബാദിൽ അടങ്ങിയിരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് നഈമുദ്ദീൻ അൽ മുറാദാബാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. പടച്ചവനെ, അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അസ്മാഉൽ ഹുസ്ന, അതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകൾ ശുദ്ധിയാക്കണേ അല്ലാഹ്. കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു, ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും
എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന, ഈ മജ്ലിസിൽ പങ്കെടുത്ത് ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിയ എല്ലാ സഹോദരന്മാരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ജീലാനി മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ സഹോദരന്മാർ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പലരും വളരെ വിഷമത്തിലാണ് പറയുന്നത്, കണ്ണീർ വാർത്തുകൊണ്ട് പറയുന്നവരാണ്. അല്ലാഹു, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ആരെല്ലാം എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടോ റഹ്മാനായ റബ്ബേ, എൻ്റെ ഈ നഈം വിഷൻ എന്ന ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ട് ആരെല്ലാം എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ചുമൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആരക്കാൻ ഏൽപ്പിച്ച സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്, ദുസ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അതുപോലെ എല്ലാ സഹോദരിമാരെയും നീ നന്നാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ സഹോദരന്മാരെയും നീ സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അതുപോലെ ആലപ്പുഴയിലുള്ള ഒരു സഹോദരി തൻ്റെ മകൻ ഹാഫിളായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മകനെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഹാഫിളാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കാൻ ആ കുട്ടിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉഖ്റവിയായ വലിയൊരു ആലിമാക്കി ആ കുട്ടിയെ നീ മാറ്റണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ എല്ലാ മക്കളെ ഉഖ്റവിയായ ആലിമീങ്ങളും ആലിമാത്തുകളുമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും സന്താനങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളും ആലിമാത്തുകളുമാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂർമ്മ ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. നല്ലതുപോലെ പഠിച്ചു മുന്നേറാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അസുഖങ്ങൾ ശിഫയാകാൻ വേണ്ടി ദുആരക്കാൻ ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനെ, ഓരോരുത്തരുടെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എത്രയോ ആൾക്കാരാണ് എന്നോട് ദുആരക്കാൻ ഏൽപ്പിച്ചത്. പലരും രോഗം ശിഫയാകാൻ വേണ്ടിയാണ്. അല്ലാഹു, അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ അറിയുന്നവരാണ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ജീവിതം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുള്ള പലരും ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഖൈറായ മാർഗത്തിലൂടെ അവർക്ക് നീ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്, ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഹളറാത്തിലേക്ക് ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഓതിയതിൻ്റെയും ചൊല്ലിയതിൻ്റെയും ഒക്കെ മിസ്ലു സവാബിന് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റഹ്മാനായ റബ്ബേ, അതുപോലെ ഈ ജീലാനി മജ്ലിസ് നഈം വിഷൻ എന്ന ചാനലിലൂടെയുള്ള ഈ ജീലാനി മജ്ലിസിലേക്ക് ഒരുപാട് പേര് സംഭാവനകൾ അയച്ചിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഒരുപാട് പേര് സംഭാവനകൾ ഈ മജ്ലിസിലേക്ക് അയച്ചിട്ട് ദുആരക്കാൻ പറഞ്ഞവർ, അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ്. എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ അവർ ഈ മജ്ലിസിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ളത്, അല്ലാഹുവേ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവർക്ക് നീ ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ വിഷമങ്ങൾക്കും നീ എത്രയും പെട്ടെന്ന് പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജീലാനി മജ്ലിസ് നീ പരിഹാരമാക്കണേ അല്ലാ. ഞങ്ങൾക്കിത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.